മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 4/10/2002 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരമാണ് നക്ഷത്രം. പൂരം 2-ാം പാദം. മീന ലഗ്നം. 2 ശൂന്യം. 3-ൽ രാഹു. 4-ൽ ശനി. 5-ൽ വ്യാഴം ഗുളികൻ. 6-ൽ ചന്ദ്രൻ കുജൻ. 7-ൽ സൂര്യൻ ബുധൻ. 8-ൽ ശുക്രൻ. 9-ൽ കേതു. 10, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. ഒരുപാട് പ്രത്യേകതകളുള്ള, പോസിറ്റീവായി വളരെ അധികം പ്രത്യേകതകളുള്ള ഒരു ഗ്രഹനില കൂടിയാണിത്. എന്തുകൊണ്ടാണത്? പ്രധാനമായിട്ടും മീന ലഗ്നം, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം സാക്ഷാൽ വ്യാഴം ലഗ്നാൽ 5-ൽ കർക്കിടകത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു. അതിനോടൊത്ത് ഗുളികൻ ഉണ്ട് എന്നതൊഴിച്ചാൽ അതിഗംഭീരം തന്നെയാണ് കർക്കിടകത്തിലെ. പ്രത്യേകിച്ചും ലഗ്നാധിപത്യം വഹിക്കുകയും അതുപോലെ തന്നെ 10-ാം ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുകയും ചെയ്ത് വ്യാഴം ഉച്ചനായി കർക്കിടകത്തിൽ നിൽക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ളത്. എന്നാൽ അവിടെ ഗുളികൻ നിൽക്കുന്നു, ലഗ്നാൽ 5-ൽ ഗുളികൻ നിൽക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചില ഘട്ടങ്ങളിൽ ഓവർ തിങ്കിങ്, അതല്ല എങ്കിൽ നമ്മൾക്കുള്ള ആത്മവിശ്വാസത്തിൻ്റെ തോത് കുറയുന്ന, അല്ലെങ്കിൽ നമ്മളായി തന്നെ എന്തെങ്കിലുമൊക്കെ അധികമായി ചിന്തിച്ച് ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ഒക്കെ ഉണ്ടാകാം. അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ലഗ്നാൽ 5-ൽ വ്യാഴം നിൽക്കുന്നത്, പ്രത്യേകിച്ചും ഉച്ചനായിട്ട് നിൽക്കുന്ന വ്യാഴം, പ്രസ്തുത വ്യാഴം തൻ്റെ 9ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങേയറ്റം പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ തന്നെയാണത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7-ൽ സൂര്യൻ ബുധൻ, കന്നിയിലെ ബുധൻ ഭദ്രയോഗം എന്ന് വച്ചാൽ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം തന്നെ ഭദ്രമെന്ന അവസ്ഥ. സൂര്യനോടൊത്ത് നിൽക്കുന്ന ബുധൻ പൊതുവേ വളരെ നല്ലത് തന്നെയാണ്. അതിൽ തന്നെ ഭദ്രയോഗം കൊടുത്തു നിൽക്കുന്ന ബുധൻ അങ്ങേയറ്റം നല്ലതുമാണ്. മോശം ദൃഷ്ടികളൊന്നും തന്നെ പ്രസ്തുത ബുധനിലേക്ക്, അതായത് 7-ാം ഭാവത്തിലേക്ക് ഇല്ലാതാനും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങേയറ്റം നല്ല ഒരു സൈൻ തന്നെയാണ് ഇത്. പക്ഷേ 7-ൽ വിവാഹസ്ഥാനത്ത് സൂര്യൻ ബുധൻ കോമ്പിനേഷൻ, അതിൽ സൂര്യൻ ഈഗോയിസ്റ്റിക്കാണ് സൂര്യൻ. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ, വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സർക്കാർ സർവീസിൽ ജോലി, അതല്ല എങ്കിൽ ഉന്നത ബന്ധങ്ങൾ പോലെയുള്ള, അല്ലെങ്കിൽ പദവി അംഗീകാരം പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാക്കുക. അത് സർവ്വസാധാരണമായി കാണുന്നതാണ്. 7-ലൊക്കെ സൂര്യൻ, അല്ലെങ്കിൽ 7-ാം ഭാവവുമായി ബന്ധപ്പെട്ട് സൂര്യൻ ബുധൻ കോമ്പിനേഷനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഇത്തരം ഫീച്ചേഴ്സൊക്കെ ഉള്ള ആളുകൾ വരും. പക്ഷേ ഈ സൂര്യൻ അല്പം ഈഗോയിസ്റ്റിക്കാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞ 5-ൽ ഗുളികൻ നിൽക്കുന്നതിൻ്റെ ചെറിയ കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആവുന്ന അവസ്ഥ. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പക്ഷേ ഇറിറ്റേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ചിന്തകൾ ഇറിറ്റേറ്റഡ് ആവുന്ന അവസ്ഥ ഇത്തരം ആളുകൾക്ക് കാണാറുണ്ട്. 5-ലെ ഗുളികൻ്റെ ഒരു രീതി തന്നെയാണത്. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ IT ഡെവലപ്പറാണ് ഇദ്ദേഹം എന്നറിയാൻ കഴിഞ്ഞു. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹമെന്നും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെല്ലാം ഉതകുന്ന എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ഗ്രഹനില തന്നെയാണത്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി തന്നെയാണിത് എന്ന്. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന, ഏതൊരു ഗ്രഹനിലയിലും നല്ലതും ഉണ്ടാകും ചീത്തയും ഉണ്ടാകും. അപ്പോൾ ഇതിലെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 4-ലെ ശനി, ലഗ്നാൽ 4-ൽ ശനി, അതല്ല എങ്കിൽ രാഹു, ഗുളികൻ, കേതു പോലെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായിട്ടുള്ള നീചമായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ 4-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ശനിയാവുമ്പോൾ മാതാവിൻ്റെ സ്ഥാനം കൂടിയാണ് 4, വീടിൻ്റെ സ്ഥാനം കൂടിയാണ് 4. അപ്പോൾ മാതാവിൻ്റെ ഒരല്പം കടുംപിടുത്തം, വാശി, ഞാൻ പിടിച്ചെടുത്ത കാര്യങ്ങൾ നിൽക്കുക, അതല്ല എങ്കിൽ സമ്മർദ്ദങ്ങൾ ചെലുത്തി നിർത്തുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാകാം. അതും ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനുള്ള ഈ ഗ്രഹനിലയുടെ സഹജമായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയാണ്. പ്രത്യേകിച്ച് 4-ലൊക്കെ ശനി നിൽക്കുകയാണെങ്കിൽ അത്തരക്കാരുടെ മാതാവിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അല്പം വാശി, കടുംപിടുത്ത സ്വഭാവങ്ങൾ, ശനിയുടേതായിട്ടുള്ള കട്ടി സ്വഭാവം ഉണ്ടാകുമെന്ന് സാരം. അല്പം ഭരണ സ്വഭാവം. മാത്രവുമല്ല 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നിൽക്കുന്നത് സൂര്യനോടൊത്താണ്.
അപ്പോൾ ഒരല്പം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മാതാവ്, അതല്ലെങ്കിൽ കടുംപിടുത്തങ്ങളുള്ള, ഞാൻ പിടിച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കണമെന്ന ഒരു വാശി സ്വഭാവം കാണിക്കുന്ന, അത് ഈ ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേകത കൂടിയാണ്. അതുപോലെ തന്നെയാണ് ധാരാളം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കോമ്പിനേഷൻ ഇതിലുണ്ട്. എന്നാൽ ഇതിലത് പോസിറ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ മാത്രം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ജോലി ആയിരിക്കില്ല കിട്ടുക, അതല്ല എങ്കിൽ ഉദ്ദേശിക്കുന്ന അർഹിക്കുന്ന സാലറി അവരുടെ കയ്യിലേക്ക് എത്തില്ല, അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാം. ഇവിടെ 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ലഗ്നാധിപൻ തന്നെയാണ്, വ്യാഴമാണ്, ഉച്ചനായിട്ട് നിൽക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞു. അതിനോടൊത്ത് ഗുളികൻ നിൽക്കുന്നത് കൊണ്ട് ഈ ഗുളികന് മറ്റൊരു രീതിയും കൂടെ ഉണ്ട്. മാറ്റ ജോലികൾ കൊണ്ടു കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും, അത് ആ ജോലിയുടെ സ്വഭാവം കൊണ്ടാവാം, വ്യക്തിയുടെ ചിന്തകൾ കൊണ്ടാവാം, സാഹചര്യങ്ങൾ കൊണ്ടാവാം, മാറ്റ ജോലികൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് അവിടെ ജോലി ചെയ്യുകയും പിന്നീടൊരു അവസരത്തിൽ അവിടെ നിന്നും മാറി മറ്റൊരിടത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സഹജമായ രീതി ഈ 10ാം ഭാവവുമായി ബന്ധപ്പെട്ട് ഗുളികൻ ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ രാഹുവിന് ഏതെങ്കിലുമൊക്കെ കണക്ഷൻ, ബന്ധം വന്നു കഴിഞ്ഞാൽ കാണാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജോലിയുടെ സ്വഭാവം അങ്ങനെയാണ് എന്നും അറിയാൻ കഴിഞ്ഞു. മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി ആണ് നിലവിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും ആവർത്തിക്കാം. പക്ഷേ ഇവിടെ അത് ഗ്രഹനില പവർഫുൾ ആയതുകൊണ്ടും 10ാം ഭാവാധിപനും ലഗ്നാധിപനും ഉച്ചനായിട്ട് നിൽക്കുന്നത് കൊണ്ടും അതുകൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മാത്രവുമല്ല ഇദ്ദേഹത്തിന് ലഗ്നാൽ 6 പോലും ചന്ദ്രൻ കുജൻ കോമ്പിനേഷൻ, ശശിമംഗള യോഗം കൊടുക്കുന്ന ചന്ദ്രനും കുജനും തന്നെയാണ്, 6 എന്നതുകൊണ്ട് തന്നെ, ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് എന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വൈദ്യസഹായം കൃത്യമായി തന്നെ സമയത്ത് തേടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 6 പ്രത്യേകിച്ച് 8 കുജനെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഗുളികൻ്റെ ദൃഷ്ടി കൂടെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ വളരെ നല്ലത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 3 രാഹു നിൽക്കുന്നത്. 3 രാഹു, പ്രത്യേകിച്ചും ഇടവത്തിലെ രാഹു ധാരാളം ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൊടുക്കുന്ന ഒരു പൊസിഷനാണ് രാഹുവിനെ സംബന്ധിച്ച് ഇടവത്തിലെ രാഹു എന്ന് പറയുന്നത്. മാത്രവുമല്ല ഇദ്ദേഹത്തിന് ചന്ദ്രദശയാണ് നിലവിൽ നടക്കുന്നത്. 2029 മാർച്ച് 20 വരെ ചന്ദ്രദശ. അതിൽ തന്നെ കേതുവിൻ്റെ അപഹാരമാണ് നിലവിൽ. അതായത് 2027 ജനുവരി 19 വരെ കേതു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് 9 ആണ്. എന്നിരുന്നാൽ തന്നെയും വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടി പ്രസ്തുത കേതുവിലേക്ക് വരുന്നത് വഴി അതുകൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ്സിനെ ഒരു പരിധിയിൽ കൂടുതൽ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നതിനും അതിനെ പോസിറ്റീവായിട്ട് മാറ്റുന്നതിനും വ്യാഴം സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നിരുന്നാൽ തന്നെയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിനെ, പ്രത്യേകിച്ച് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാം ദൃഷ്ടി അവിടത്തേക്ക് കാണും. അപ്പോൾ ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. പ്രത്യേകിച്ചും ലക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കപ്പ് ആൻഡ് ദ ലിപ്പ്, കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഭാഗ്യ സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിനൊരു ശ്രദ്ധ നേരത്തെ കൂട്ടിക്കൊടുക്കുക. അങ്ങനെ സംഭവിച്ചാൽ തന്നെയും അതിൽ ഓവറായിട്ട് വറീഡ് ആവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ടെൻഷൻ ആവേണ്ടുന്ന ആവശ്യമില്ല. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് തന്നെ അതേ കാര്യം പിന്നീട് മറ്റൊരു രീതിയിൽ ഭാവത്തിൽ നടക്കാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ് ഇവിടെ ശശിമംഗള യോഗം ചെയ്തു നിൽക്കുന്നത്. ധാരാളം പണം സമ്പാദിക്കാനുള്ള യോഗം തന്നെ ആണത്. അതുമാത്രമല്ല ഈ ലഗ്നാൽ 10ാം ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ക്രമാനുഗതമായിട്ടുള്ള ഉയർച്ച അതാത് കാലങ്ങളിൽ അതാത് രീതിയിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് അംഗീകാരം ലഭിച്ചുകൊണ്ടേയിരിക്കും. സ്മാർട്ട് വർക്ക്സ്, കഠിനമായി ജോലി ചെയ്ത് ധാരാളം സമയം ചെലവഴിച്ച് ജോലി ചെയ്യുക എന്നതിലുപരിയായിട്ട് കുറച്ച് സമയം ജോലി ചെയ്യുകയും ഇരട്ടി സാലറി മേടിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ ഇദ്ദേഹം വന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല. കാര്യം ആ ജാതകം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും 4 ശനിയെയും 5 ഗുളികനെയും അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തെ കേതുവിനെയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് കൂടെ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് മുൻകൂട്ടി കണ്ട് അല്പം ജാഗ്രതയോടെ പോകുന്നത് അങ്ങേയറ്റം നല്ലത് തന്നെയാണ്. മാത്രവുമല്ല ഈ കേതുവിൻ്റെ അപഹാരം 2027 ജനുവരി 19 വരെയുള്ള ഒരു കാലം, ചന്ദ്രനിൽ കേതു എന്ന് പറയുമ്പോൾ അതൊരു നല്ല കോമ്പിനേഷനല്ല. മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. അപ്പോൾ അതിനോടൊത്ത് കേതു, രാഹു, ഗുളികൻ, ശനി പോലെയുള്ള അവസ്ഥകൾ വരുന്നത് അത്ര ബെറ്റർ അല്ല. അപ്പോൾ ഈ ഒരു ടൈം പ്രത്യേകിച്ചും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുത്ത് തന്നെ പോവുക. അതുപോലെ തന്നെ
9-ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ലക്ക്, ഭാഗ്യസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഒരു ശ്രദ്ധ അത്യാവശ്യം കൊടുത്ത് തന്നെ പോയി കഴിഞ്ഞാൽ അതേറെ നന്നാവും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശുക്രദശയിൽ ജനിച്ചു 2013 വരെ ശുക്രൻ, പൂരമാണ് നക്ഷത്രം. അതിനുശേഷം സൂര്യദശ 2019 വരെ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ 2029 വരെ, അതിനുശേഷം 7 കൊല്ലം കുജൻ 2036 വരെ, അതിനുശേഷം രാഹു 2054 വരെ, അതിനുശേഷം ഗുരു, ശനി, ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചന്ദ്രനിൽ കേതുവാണ്. നേരത്തെ വിശദമായി തന്നെ പറയുകയുണ്ടായി. 2027 ജനുവരി 19 വരെ ചന്ദ്രനിൽ കേതുവിൻ്റെ അപഹാരമാണ്. അല്പസ്വല്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലം തന്നെയാണ് എന്നും തിരിച്ചറിയുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.